ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല മധുര നാരങ്ങ അച്ചാറാണ്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ വേണ്ട, എങ്കിലും ഒരുപാട് കാലത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. ഇതിനായിട്ട് 1/2 കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ചു വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ നാരങ്ങ തിളച്ച വെള്ളത്തിലിട്ടുന്ന വാട്ടിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം തുടച്ചിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കുരു നീക്കം ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കയ്പ് വരാൻ സാധ്യത കൂടുതലാണ്. നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിക്സർ ജാറിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത നാരങ്ങയിലേക്ക് 100 ഗ്രാം അളവില് പഞ്ചസാര ചേർക്കാം. ഇനിയിപ്പോ നാരങ്ങയും പഞ്ചസാരയും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയും എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ അളവില് ചെറിയ ജീരകവും, ടീസ്പൂൺ കടുകും, ഒരു പിഞ്ചളവില് ഉലുവയും, ഒരു ഏലക്കയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചു വെക്കണം. നാരങ്ങയും പഞ്ചസാരയും കൂടി ചേർന്ന് നല്ലതായിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും, 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച മസാലകൾ ഒന്ന് വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അച്ചാർ ഇതുപോലെ ഒരു പരുവത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് വല്ലാണ്ട് സെറ്റായി പോവുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോ അച്ചാറിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിക്കാനും പറ്റുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ മധുരം നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ.